നമ്മുടെ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ദൈവവചന ധ്യാനത്തിനായി ദൈവം ഒരവസരം കൂടി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്ന് 7 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പസ്തോലനുമായി ഭോഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു, ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. 4, 5, 6 വാക്യങ്ങളിലാണ് പൗലോസ് അപ്പസ്തോലനെ നിയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള നിയോഗം, അത് എന്തറിയിക്കുവാനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, സകല മനുഷ്യരും രക്ഷപ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു തന്നെ. ഇതാണ് ലോകത്തോട് അറിയിക്കേണ്ടതായിട്ടുള്ള സാക്ഷ്യം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ രക്ഷപ്രാപിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുവാനായിട്ട് ലോകത്തിൽ ആരുമില്ല, ഒരു വസ്തുവിനും ഒരാൾക്കും സാധിക്കുകയില്ല. തന്നെത്താൻ മറുവിലയായി കൊടുത്ത കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ, ദൈവവുമായിട്ട് നേരിട്ടുള്ള ഒരു കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ നേരിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സാധ്യമല്ല. കാരണം മനുഷ്യന്റെ പാപാവസ്ഥ അവനെ ദൈവത്തോട് എടുക്കുന്നതിന് വളരെ തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ ഉപദേശം അല്ലെങ്കിൽ ആ സാക്ഷ്യത്തിന് പ്രസംഗകനും അപ്പസ്തോലനുമായി പൗലോസ് അപ്പസ്തോലനെ ജാതികളുടെ ഇടയിൽ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത്. അതുകൊണ്ട് ഇത് പൊതുവായിട്ടുള്ളൊരു പ്രമാണമാണ് ഈ കഴിഞ്ഞ 3 വാക്യങ്ങളിൽ നാം വായിച്ചത്. അതുകൊണ്ട് വീണ്ടും സഭയുടെ പശ്ചാത്തലത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ വരികയാണ്. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുൻപിൽ നിൽക്കുന്നതായിട്ടുള്ള അവരുടെ പ്രത്യേകതകൾ പൊതുവെ പറയുന്നതായിട്ടുള്ള 2 പ്രത്യേകതകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കോപവും വാഗ്വാദവും. കോപത്തില് മറ്റ് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കുറച്ചുകൂടെ മുമ്പിൽ എന്ന് ദൈവവചനം തന്നെ പറയുന്നു, അല്ലെങ്കിൽ ദൈവവചനം അങ്ങനെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഗ്വാദം. ഈ 2 കാര്യങ്ങൾ വിട്ടിട്ട് അകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും വിട്ടകന്നാൽ മാത്രമേ അവരുടെ കൈകൾ വിശുദ്ധമാവുകയുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഇത് രണ്ടും വിട്ടാൽ മാത്രം വിശുദ്ധ കൈകളാകും എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. എന്നാൽ മനുഷ്യന്റെ ആന്തരികമായ ശുദ്ധീകരണത്തെ വെളിവാക്കുന്നതായിട്ടുള്ള സ്വഭാവമാണ് അവര് കോപിക്കാത്തവരും സംയമനം പാലിക്കുന്നവരും അതുപോലെ തന്നെ തർക്കങ്ങളിലും മറ്റ് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ആന്തരിക തലത്തിൽ വന്നിരിക്കുന്ന രൂപാന്തരത്തിന് ഒരു പരിധിവരെ അത് തെളിവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പുരുഷനെ കണ്ടാൽ വളരെ സംയമനവും അതുപോലെ തന്നെ അങ്ങനെ വാഗ്വാദത്തിനൊന്നും നിൽക്കാതെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരിൽ ദൈവികമായിട്ടുള്ള എന്തൊക്കെ പ്രവൃത്തികൾ അവരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പൊതുവെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കൈ ഉയർത്തുന്നതിന് മുമ്പ് അവരുടെ കൈകൾ വിശുദ്ധമാണോ, ദൈവസന്നിധിയിലേക്ക് അശുദ്ധിയുള്ള കരങ്ങൾ നീട്ടിയാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് യാതൊരു വക സാധ്യതയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെയും അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടാണ് അവനവന് ബോധിച്ചതുപോലെ ജീവിക്കുകയും എന്നാൽ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധം സാധിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്.
യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നത് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിന്റെ മകൻ ആകുന്നു എന്നാണ്. അത് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത, പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പാപത്തിൽ അകപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് നമുക്ക് എല്ലാവർക്കും വന്നു പോകാവുന്ന ഇടയുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാനസാന്തരപ്പെടാതെ ഒരു പാപത്തിൽ, ഏതെങ്കിലും ഒരു പാപത്തിൽ നാം തുടരുന്നു, ദൈവവചനത്തിന്റെയോ ദൈവമക്കളുടെയോ അല്ലെങ്കിൽ ദൈവാത്മാവിന്റെയോ യാതൊരു വക പ്രബോധനങ്ങളും നമുക്ക് ഏൽക്കുന്നില്ല, നാം ആ പാപത്തിൽ തന്നെ മനഃപൂർവമായിട്ട് തുടരുകയാണ് എന്ന് വന്നാൽ അത് ഒരു ആത്മീകമായ അപകടാവസ്ഥയാണ് കാണിക്കുന്നത്. അതിനെ ചിലരൊക്കെ അതിന് പറയുന്നതായിട്ട് ന്യായം അവരൊരിക്കലും രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ പാപത്തിൽ തുടരുന്നത് എന്നുള്ള നിലയിലാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ ധാരാളം തെളിവുകളിലൂടെ സ്ഥാപിക്കുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളും പാപത്തിൽ തുടരുന്നതിനെ കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കും പാപത്തിൽ തുടരുന്ന ഒരു ജീവിത ശൈലി തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അത് സാധ്യവുമാണ്. എന്നാൽ അത് ആയിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിശുദ്ധ കൈകളെ ഉയർത്തി ആണ് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. നാം അശുദ്ധിയിലും പാപത്തിലും ജീവിക്കുകയാണെങ്കിൽ, പാപം എന്ന് പറയുമ്പോൾ നാം അതിനെ മനസ്സിലാക്കേണ്ടത് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലല്ല. പാപം എന്ന് പറയുന്നത് ദൈവേഷ്ടത്തിന് വിരുദ്ധമായി നാം ചെയ്യുന്നതെല്ലാം പാപമാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം അംഗീകരിക്കുന്നതും അത് മാത്രവുമല്ല നമ്മെ സംബന്ധിക്കുന്ന ദൈവേഷ്ടവും. അപ്പോൾ പാപത്തെ നാം കാണുന്നത് വളരെ വചനവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് എന്നുള്ളത് ഒരു സത്യമാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൊലപാതകമെന്നോ മോഷണമെന്നോ വ്യഭിചാരമെന്നോ കോപമെന്നോ അങ്ങനെയുള്ള ഒരു 5-8-10 പാപത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ പാപത്തെ ഒതുക്കും. എന്നാൽ ദൈവം എന്താണോ നമ്മെക്കുറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിന് വിരുദ്ധമായി നാം ചെയ്യുന്നതൊക്കെയും ദൈവസന്നിധിയിൽ ഹിതകരമല്ലാത്ത കാര്യമാണ്. അത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടും സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മുൻപിൽ വരുന്നത് അതുകൊണ്ടും സ്ത്രീകൾ യോഗ്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ അത് പൊതുജന മധ്യേ പറയുവാൻ സാധ്യമല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ്. വസ്ത്രധാരണം എന്ന് പറയുന്നത് വ്യക്തികളുടെ ചോയ്സാണ്, അവരുടെ തീരുമാനമാണ്. അതിന്മേൽ മറ്റാർക്കും ഒരു അവകാശവുമില്ല. എങ്ങനെയും വസ്ത്രം ധരിച്ച് നടക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ തലമുറയിൽ 21ാം നൂറ്റാണ്ടിൽ അത് വളരെ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ അവര് യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നില്ല. അവരെ കുറിച്ച് പറയുമ്പോൾ കോപവും വാഗ്വാദവും ഒക്കെ വിട്ടകലണം എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള കാരണം ദൈവം മനുഷ്യന്റെ സൃഷ്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. യോഗ്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ കൾച്ചറിലും ഓരോ സംസ്കാരത്തിലും വസ്ത്രങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. എന്നാൽ യോഗ്യമായി വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കാനായിട്ട് സാധിക്കും: മറ്റാരെയും ആകർഷിക്കുക, മറ്റാരുടെയും അനാവശ്യമായിട്ടുള്ള ശ്രദ്ധ പിടിച്ചു പറ്റാത്ത നിലയിലുള്ള വസ്ത്രധാരണമായിരിക്കണം. നാം അല്പവസ്ത്രധാരിയായിട്ടോ ആഡംബരത്തോടു കൂടിയുള്ള വസ്ത്രം ധരിച്ചോ നമ്മെ ആരും ശ്രദ്ധിക്കാനായിട്ട് പാടുള്ളതല്ല. മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചും നമ്മെ ആരും ശ്രദ്ധിക്കുവാനായിട്ട് പാടില്ല. അതാണ് യോഗ്യമായ വസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ വസ്ത്രധാരണത്തെ കണ്ടിട്ട് ആരും എന്ന് പറയാനായിട്ട് പാടില്ല. അയ്യോ, ഇത് വളരെ മോശമായ ഒരു വസ്ത്രധാരണമാണല്ലോ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ഭയങ്കര ഒരു ആഡംബരത്തിന്റെ പ്രതീകമാണ് എന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണമാണ് യോഗ്യമായ വസ്ത്രധാരണം എന്ന് പറയുന്നത്. രണ്ടാമത്, സ്ത്രീകളെ സംബന്ധിച്ച്
9-ാമത്തെ വാക്യത്തിൽ കാണുന്ന ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പോൾ സ്ത്രീകൾ ലജ്ജാശീലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്രോസ് എഴുതിയ ലേഖനത്തിലും ഇതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ. സുബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ സ്ത്രീകൾക്ക് ലജ്ജാശീലം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ അവരങ്ങനെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് കുടുംബത്തിലാണെങ്കിൽ അവര് തന്റെ ഭർത്താവിന് ഒരു കൂട്ടായിട്ടും, അതായത് ഒരു ലീഡർഷിപ്പ്, നേതൃത്വം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു റോൾ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ ദൈവം അനുവദിച്ചിട്ടില്ല. അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നേതൃത്വം എന്ന് പറയുന്നത് ദൈവം പുരുഷന്മാരെ കുറിച്ചാണ് ആഗ്രഹിക്കുന്നത്. സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് കുടുംബത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ തീത്തോസിന്റെ ലേഖനം എഴുതുമ്പോൾ സ്ത്രീകളെ എങ്ങനെ, പെൺകുട്ടികളെ, യൗവനക്കാരത്തികളെ എങ്ങനെ പരിശീലിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് അവരെ കുറിച്ച് പറയുന്നത് യൗവനക്കാരെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണമെന്നാണ്. അപ്പോൾ എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ പുരുഷന്മാരുടെ ഉത്തരവാദിത്വം, കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള ഉത്തരവാദിത്വം സ്ത്രീകളും, പുരുഷന്മാർ അവിടെ നിന്നും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ തുല്യത വേണമെന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. അതിന് പിശാച് ഇന്ന് ലോകത്തിലെല്ലാ വ്യവസ്ഥിതികളും അങ്ങനെ ഉളവാക്കിയിട്ടുണ്ട്. കുടുംബത്തിന്റെ നാഥൻ എന്നല്ല, നാഥ എന്നാണ് പറയുന്നത്. റേഷൻ കാർഡ് അറിയാൻ കുടുംബ നാഥയുടെ പേരിലാണ് കൊടുക്കുന്നത്. നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പിലേക്കൊക്കെ ഇപ്പം ഇലക്ഷൻ നടന്നുവല്ലോ. സ്ത്രീകൾക്ക് തുല്യ സംവരണമാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ എങ്ങനെയെങ്കിലും കുടുംബത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറ്റി അവരെ സമൂഹത്തിലേക്ക് ഇറക്കി കുടുംബങ്ങൾ താറുമാറാകുക, മക്കൾ പെരുവഴിയാകുക എന്ന് പറയുന്നതായ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവരെ വളർത്തി ഉത്തമ പൗരന്മാരാക്കി ഉത്തമ വിശ്വാസികളാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ മാതാപിതാക്കന്മാർക്ക് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ച് പുരുഷന്മാർ അവരെ ജോലി സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ ഒക്കെ വീടിന് പുറത്താകുമ്പോൾ ആ ഒരു പങ്ക് ഒരു പരിധിവരെ സ്ത്രീകളാണ്, അല്ലെങ്കിൽ ഭാര്യമാരാണ്, അല്ലെങ്കിൽ അമ്മമാരാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അമ്മമാരും തുല്യമായി പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ ബഹുഭൂരിപക്ഷവും വളരെ ദൈവിക വഴിയിൽ നിന്നും വിട്ടുമാറി പോകുവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ദൈവജനത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഭാര്യമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു നല്ല തലമുറയെ ദൈവത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നതായ, കുടുംബത്തിനും കൊള്ളാവുന്നതായ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, ഇന്ന് ധാരാളം പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷെ വീട്ടിൽ കൈക്കൊള്ളാൻ കഴിയുന്നതായിട്ടുള്ള മക്കളില്ല. ഒരു ഭർത്താവായിട്ട്, നല്ലൊരു ഉത്തമ ഭർത്താവായിട്ട് ജീവിക്കാൻ കഴിയുന്ന പരുവത്തിലല്ല ഒരു ആൺകുട്ടി വളർന്നു വരുന്നത്. ഒരു ഉത്തമ ഭാര്യയായിട്ട്, ഒരു സഹോദരിയായിട്ട് ജീവിക്കാൻ കഴിയുന്ന നിലയിലല്ല ഇന്ന് പെൺകുട്ടികളും വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വിവാഹമോചനവും കുടുംബ വഴക്കുകളും എത്രയോ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ദൈവവചന പ്രകാരം അത് അങ്ങനെ തന്നെയാണ്. സൃഷ്ടിയിലും അത് അങ്ങനെയായിരുന്നു. ആദാമിന് ദൈവം കൊടുത്തതായിട്ടുള്ള ഉത്തരവാദിത്വവും ഹൗവയെ ദൈവം സൃഷ്ടിച്ച് ആദാമിന്റെ കയ്യിൽ കൊടുക്കുന്നതിനെ കുറിച്ചും അതിനുശേഷം ഹൗവായോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതിലെല്ലാം ഇന്ന് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത് പോലെയുള്ള അതേ വഴികളാണ്, അല്ലെ അതേ രീതികളാണ് ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്ത്രീകളെ കുറിച്ച്, സ്ത്രീകൾ അവരെ തന്നെ അലങ്കരിക്കുക എന്ന് പറയുന്നത് സൗന്ദര്യവതികളായി തീരുക, മറ്റുള്ളവരെ ആകർഷിക്കുക, അത് അവരുടെ ഒരു പ്രവണതയാണ്. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ അലങ്കാരം എന്ന് പറയുന്നത് ലജ്ജാശീലവും സുബോധവുമാണ് എന്നാണ്. അപ്പോൾ തട്ടിക്കയറി വർത്താനം പറയുക, പറയുന്നതിന് ഒപ്പിച്ച് തിരിച്ചടിക്കുക, ഇതൊന്നും സ്ത്രീകളുടെ അലങ്കാരമല്ല. അതൊക്കെ സ്ത്രീകളുടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ സ്ത്രീകൾ അവരെ അലങ്കരിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ അതുകൊണ്ട് അലങ്കരിക്കുന്നതായിട്ടുള്ള ആളുകൾ ജഡികരും ലൗകികരും പ്രാകൃതരുമായിട്ടുള്ള ആളുകളാണ്. ദൈവഭക്തിയെ സ്വീകരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് ഉചിതമാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അലങ്കാരം അതായിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും ഒരു അലങ്കാരം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ 9ാമത്തെ വാക്യത്തിൽ ലജ്ജാശീലം, യോഗ്യമായ വസ്ത്രം, 1 യോഗ്യമായ വസ്ത്രം, 2 ലജ്ജാശീലം, 3 സുബോധം, പിന്നെ വീണ്ടും 10ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സൽപ്രവൃത്തികൾ. ഈ 4 കാര്യങ്ങളാലാണ് സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്. അതല്ലാതെ തലമുടി പിന്നുക, നമുക്കറിയാമല്ലോ, തലമുടി കൊണ്ട് പല ഫാഷനുകളിലും ഒക്കെ കെട്ടിയും മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന നല്ല ആളുകളുണ്ട്. അതുപോലെ ആഭരണങ്ങള്, മുത്ത്, വിലയേറിയ വസ്ത്രം, ഇതുകൊണ്ടൊന്നുമുള്ള അലങ്കാരം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ യാതൊരു സ്വീകാര്യതയും ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമല്ല. അത് ലൗകികരായിട്ടുള്ള ആളുകൾക്ക് മാത്രം കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് യോഗ്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം, ലജ്ജാശീലം ഉണ്ടായിരിക്കണം, സുബോധം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കണം. നമുക്കറിയാമല്ലോ, സൽപ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സൽപ്രവൃത്തികൾ, സ്ത്രീകൾക്ക് സൽപ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ഒരു വേദഭാഗം ഇതേ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സൽപ്രവൃത്തികളിൽ 5ാമത്തെ അധ്യായത്തിൽ സൽപ്രവൃത്തികളിൽ ശ്രുതിപ്പെട്ട്, അതായത് ഒരു സ്ത്രീ സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെട്ടവളായിരിക്കണം, പേരുകേട്ട ആളായിരിക്കണം എന്നാണ്. അതിഥികളെ സൽക്കരിക്കുക, മക്കളെ വളർത്തുക, വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുക, ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുക, സർവ്വ സൽപ്രവൃത്തികളും ചെയ്യുക. ഇതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും പുരുഷന്മാരുടെ സഹായമില്ലാതെ സ്ത്രീകൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഈ മേഖലയിൽ മുൻകൈ എടുക്കേണ്ടതും ചെയ്യേണ്ടതും സ്ത്രീകൾ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പുരുഷന്മാർ തന്നെ അതിനുള്ള തീരുമാനങ്ങൾ എടുത്താൽ അതൊരിക്കലും നടപ്പാകുകയില്ല. കാരണം കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ളത് സ്ത്രീകൾക്കാണ് എന്ന് നമുക്കറിയാമല്ലോ. പിന്നെ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അവരുടെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ മറ്റൊരു കാര്യത്തെ കുറിച്ച് പറയുന്നത് 11ാമത്തെ വാക്യം മുതൽ, സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഇന്ന് അനേക സഭകളിലും സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള അനേക സഭകളും ഉണ്ട്. സ്ത്രീകൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള ധാരാളം സഭകളുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതൊക്കെ അന്നത്തെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇന്ന് അത് അനുവദിക്കുന്നതായിട്ടുള്ള അനേക സഭകളും പറയുന്നത്. എന്നാൽ അത് സംസ്കാരത്തിന്റെ ഭാഗമല്ല. അത് മറിച്ച് അതിന് ഉപദേശപരമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡിസൈൻ, രൂപകൽപ്പന പ്രകാരമുള്ള കാരണങ്ങളുണ്ട്. ചരിത്രത്തിൽ അതിന് കാരണങ്ങളുണ്ട് എന്നുള്ളത് തുറന്ന 2 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. അപ്പോൾ ലീഡ് ചെയ്യുവാനായിട്ടും പഠിപ്പിക്കുവാനായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ആദാമിനെയാണ്, ഹൗവയല്ല എന്നുള്ളതാണ്. അവിടെ ആദാമല്ല, സ്ത്രീ എത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. അപ്പോൾ ലീഡ് ചെയ്യാനായിട്ട് ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദാമാണെന്നും അത് മാത്രവുമല്ല, ലംഘനത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ളത് ഹൗവയാണ്. ആദ്യം ലംഘനത്തിലാകപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ലംഘനത്തിലാകപ്പെടാൻ സാധ്യത കൂടുതലുള്ളത് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് ആയിരിക്കാം ദൈവം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ദൈവം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണത്തെക്കാൾ മെച്ചമായിട്ടൊരു ക്രമീകരണം ലോകത്തിൽ മനുഷ്യൻ ആർക്കും ചെയ്യുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഇവിടെ പുരുഷന്മാരെക്കാൾ വളരെ പ്രാപ്തിയുള്ള സ്ത്രീകളുണ്ട്. ഒരു കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയില്ലാത്തതായിട്ടുള്ള ധാരാളം പുരുഷന്മാരുമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള സത്യമാണ്. ഇതൊക്കെയും പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യരുടെ ഇടയിൽ വന്നതായിട്ടുള്ള പരാജയങ്ങളും വീഴ്ചകളും അതിന്റെ പരിണിത ഫലങ്ങളുമാണ്. എന്നാൽ ദൈവഭക്തിയെ സ്വീകരിച്ചതായ ദൈവത്തിന്റെ മക്കളായി തീർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പരാജയങ്ങളിൽ നിന്നൊക്കെയും വിട്ടുമാറി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവജനത്തെ അനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രമീകരണം ദൈവം തന്നെ അങ്ങനെ ഉള്ള ആളുകൾക്ക് കൊടുക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാപത്താൽ എന്തെല്ലാം വീഴ്ചകൾ വന്നുവോ അതിനൊക്കെയുള്ള ഒരു പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ
നമുക്കുണ്ട്, പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ളതും നാം ഓർക്കണം. അങ്ങനെ പുരുഷന്മാർക്ക് എന്തെങ്കിലും പ്രാപ്തി കുറവുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് അവർക്ക് തുണയായിട്ടാണ് ഭാര്യയെ ദൈവം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഉപദേശിക്കാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്നാൽ ഈ വാക്യത്തെ വളരെയേറെ വലിച്ചു നീട്ടി അതിനെ മറ്റൊരു വിധത്തിൽ മറ്റൊരു തലത്തിലേക്ക് അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് നമുക്കിന്ന് പല സഭകളിലും കാണുവാനായിട്ട് കഴിയും. അവര് മൗനമായിരിക്കട്ടെ, പൂർണ്ണാനുസരണോടെ പഠിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ അവര് പാട്ട് പാടാൻ പാടില്ല, അവര് സ്തോത്രം ചെയ്യാൻ പാടില്ല, പരസ്യമായി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള നിലയിലേക്ക് ഈ വാക്യത്തെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അത് മറ്റൊരു തരത്തിൽ അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊരിന്ത്യർക്കൊക്കെ എഴുതിയ ലേഖനത്തിൽ മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. സഭയുടെ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. സഭയിലുള്ള ക്രമീകരണത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സഭകളിൽ സ്ത്രീകൾക്ക് പാട്ടുപാടുന്നതും അല്ല എങ്കിൽ അവര് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഈ പുരുഷന്റെ മേൽ അധികാരം നടത്തുന്നതോ അല്ലെങ്കിൽ ഉപദേശിക്കുന്നതോ ആയിട്ട് വ്യാഖ്യാനിക്കുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ്. മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കൂടെ പാടാനായിട്ടും സാധിക്കുകയില്ല, ആമേൻ പറയാനായിട്ടും സാധിക്കുകയില്ല, അങ്ങനെ ഒന്നും മിണ്ടാതെ വന്ന് അനങ്ങാതെ ഇരുന്നേച്ച് പോവുക എന്നുള്ളതൊന്നും അങ്ങനെയൊന്നും ദൈവവചനത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ സാമാന്യ ബുദ്ധിക്കും ബോധത്തിനും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിക്കാനോ പുരുഷന്റെ മേലോ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്നുള്ളതായ സത്യമായ ദൈവിക പ്രമാണത്തെ രണ്ട് വിഭാഗം ആളുകൾ രണ്ട് തലത്തിലേക്ക് അതിനെ വലിച്ചു നീട്ടി ദൈവവചനത്തിന്റെ നിഷ്കളങ്കമായ പഠിപ്പിക്കലിൽ നിന്നും മാറ്റിക്കൊണ്ടു പോയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വിഭാഗം ആളുകൾ അനങ്ങുവാനായിട്ട് സമ്മതിക്കുന്നില്ല, മറ്റൊരു വിഭാഗം ആളുകൾ അവരെ നേതൃത്വവും ഉപദേശിക്കാനായിട്ടും ഒക്കെ ഏൽപ്പിക്കുന്നതും നമുക്ക് കാണാം. ഇതൊന്നും ദൈവവചന പ്രകാരമുള്ള കാര്യങ്ങളല്ല എന്നുള്ളതും നാം മനസ്സിലാക്കണം. 15ാമത്തെ വാക്യത്തിൽ, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഈ വാക്യം പ്രഥമ ദൃഷ്ട്യ വായനയിൽ സ്ത്രീകളുടെ രക്ഷ എന്ന് പറയുന്നത് മക്കളെ പ്രസവിക്കുന്നതിലൂടെയാണ് എന്ന് നിങ്ങൾക്കാർക്കും തോന്നുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെ ആ വായനയിൽ അത് പെട്ടെന്ന് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെയും നാം ഇതിനു മുമ്പ് പല പ്രാവശ്യം തെസ്സലോനിക്ക ലേഖനം, കൊരിന്ത്യർക്ക് ലേഖനം, ഫിലിപ്പി ലേഖനം ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും, ഈ വിശ്വാസവും സ്നേഹവും പ്രിയമുള്ളവരെ എല്ലായിടത്തും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് യാദൃശ്ചികമായി വന്നതല്ല, അത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്, അതൊരു വചനത്തിന്റെ സത്യമാണ്. വിശ്വാസമുള്ളിടത്ത് സ്നേഹമുണ്ട്, യഥാർത്ഥ സ്നേഹമുള്ളിടത്ത് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ ഉത്ഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെയും വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും, അതായത് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള വിശുദ്ധീകരണം, ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, അതിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിച്ചു. മക്കളെ പ്രസവിക്കുന്നത് വഴി രക്ഷ പ്രാപിക്കുമെന്നല്ല, അവരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവരെ പോറ്റി പുലർത്തി ഉത്തമ പൗരന്മാരായിട്ട് മക്കളായിട്ട് അവരെ വളർത്തുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഉത്തരവാദിത്വം. അതല്ലാതെ പഠിപ്പിക്കുവാനോ അല്ല എങ്കിൽ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഉപദേശിക്കുവാനോ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം പ്രാഥമികമായിട്ടും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതല്ലാതെ സഭയിലെ അധികാരമോ അല്ലെങ്കിൽ സഭയിലെ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് തമ്മിലുള്ളതായിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നാം അങ്ങനെ മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മുടെ മനസ്സിലാക്കലുകൾക്ക് തെറ്റു വന്നു പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഈ വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ സുബോധം എന്നുള്ള വാക്ക് കൂടെ വരുന്നുണ്ട്? സുബോധം എന്ന് പറഞ്ഞാൽ നല്ല ബോധം എന്നാണ്. നല്ല ബോധമില്ലാതെ, അതായത് നല്ല ബോധത്തോടു കൂടി അല്ലാത്ത പെരുമാറ്റങ്ങള്, സംസാരങ്ങള്, ചിന്തകള്. അപ്പോൾ ഈ നല്ല ബോധം എവിടെ നിന്ന് വരുന്നതാണ്? നല്ല ബോധം വരിക എന്ന് പറയുന്നത്
ദൈവവചനപ്രകാരമുള്ളതായ നിലയിൽ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും ഒക്കെ നാം പരിശീലിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോധം നല്ലതാകുന്നത്. ഈ ബോധം നല്ലതല്ലാത്ത, സുബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളുടെ പഴയ മനുഷ്യന്റെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ജഡത്തിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള നമ്മളുടെ എല്ലാ ചിന്താഗതികളും, എല്ലാ വാക്കുകളും സുബോധമില്ലാത്തതാണ്. നമുക്കറിയാമല്ലോ, സുബോധം കിട്ടും. ഒരാൾക്ക് സുബോധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത് എന്താണ്? സുബോധമില്ലാത്ത ആളെ നമ്മൾ ഏതെങ്കിലും ഒരു മാനസിക രോഗിയെ കണ്ടാൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് സുബോധമില്ല എന്ന് പറയും. സുബോധമില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഒരാള് എപ്പോഴും അവര് ബാക്കിയുള്ളവർക്ക് ഒരു ശല്യമായി തീരും. മറ്റുള്ളവർക്ക് ഒരു രീതിയിലുമുള്ള ഗുണം ചെയ്യാൻ കഴിയാതെയും മറ്റുള്ളവർക്ക് ശല്യമായി തീരുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥ, അത് ഈവൻ വിശ്വാസികൾക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഞാൻ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിലും വിദേശത്തുമുള്ള പല സ്ഥലങ്ങളിലെയും സഭയിലെ പലരെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തതിൽ നിന്നും അവിടെയുള്ള പല സഹോദരിമാരും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സഹോദരിമാര് സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അവര് നേരിട്ടും അല്ലാതെയും പരോക്ഷമായും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മുഖേനയും ഒക്കെ ഇടപെട്ട് സഭയെ ഭിന്നിപ്പിക്കുകയും സഭയെ നശിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സുബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രയോജനം വരികയില്ല, നാമുമായിട്ട് ഇടപെടുന്ന ആളുകൾക്കും പ്രയോജനമില്ല എന്ന് മാത്രവുമല്ല, അവർക്ക് എല്ലാവർക്കും ദോഷവും ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 9ാമത്തെ വാക്യത്തിലും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പോൾ വേണ്ടുന്നത് പോലെ ചിന്തിക്കാനും വേണ്ടുന്ന സ്ഥലത്ത് സംസാരിക്കാനും വേണ്ടുന്നതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം ദൈവവചനത്തിൽ നിന്നും നാം നേടിയെടുക്കുന്ന വഴിയാണ് സുബോധത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമാകുന്നത്. ഇത് സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, പുരുഷന്മാരെ കുറിച്ച് പറയുന്നിടത്തും വൃദ്ധന്മാരും വൃദ്ധമാരെ കുറിച്ച് പറയുന്നിടത്തും ഒക്കെ ഇത് ബാധകമാണ്. ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെയും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മളിന്ന് കണ്ടതായിട്ടുള്ളൊരു കാര്യം? പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കൈകളിൽ നിന്നുള്ളതായ വിശുദ്ധരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ളതായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വിശുദ്ധി എന്ന് പറയുന്നത് നാം നേടിയെടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നാം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ തന്നെ നാം വേർതിരിച്ച് വെച്ചിട്ടുള്ള ദൈവേഷം ചെയ്യുന്നവരാണെങ്കിൽ നാം വിശുദ്ധരാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും അവരെ വിശുദ്ധന്മാർ എന്നാണ് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നുവെങ്കിലും ജീവിതത്തിന്റെ നിലവാരത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല നമ്മെ വിശുദ്ധന്മാരെന്ന് പറയുന്നത്. ദൈവേഷം ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത് ദൈവേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെല്ലാം വിശുദ്ധന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ കൈകളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവേഷത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ കൈകൾ വിശുദ്ധമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്ത്രീകളും യോഗ്യമായി വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. എന്തുകൊണ്ട് അലങ്കരിക്കരുത്? യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, തങ്ങളെ തന്നെ അലങ്കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ തന്നെ അലങ്കരിക്കുന്നതിന് വേണ്ടി നാം പലപ്പോഴും ഉപയോഗിക്കുന്നത്. തലമുടി പിന്നുക, തലമുടി വൃത്തിയായി ഇടുന്നതിനും മര്യാദയ്ക്ക് പിന്നിടുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ നമ്മളുടെ അലങ്കാരമായിട്ട് നമ്മൾ തലമുടി പിന്നുക, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം, ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾ തങ്ങളെ തന്നെ അലങ്കരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് അലങ്കരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നുവോ അതുകൊണ്ട് അലങ്കരിക്കുകയും എന്തുകൊണ്ട് അലങ്കരിക്കണം എന്ന് പറയുകയോ അതുകൊണ്ട് അലങ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വൈരുദ്ധ്യമാണ് നമുക്കിന്ന് അനേക സഭകളിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ മൗനമായിരുന്നു പൂർണ്ണാനുസരണത്തോടെ പഠിക്കട്ടെ. പൂർണ്ണ അനുസരണം എന്ന് പറഞ്ഞാൽ, അനുസരണക്കേട് എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ഒരല്പം പോലും ദൈവം പ്രതീക്ഷിക്കുന്നില്ല, കുടുംബത്തിലും സഭയിലും. അവർക്ക് ഉപദേശിക്കുവാനും പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനും ദൈവം അനുവദിക്കുന്നില്ല. അത് ഈ നിയമം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചതായിട്ടൊരു കാര്യമല്ല. അതിന് ദൈവ സൃഷ്ടി മുതൽ
ദൈവത്തിന്റെ മനുഷ്യനെ സംബന്ധിക്കുന്ന രൂപകൽപ്പനയിൽ അങ്ങനെയാണ് എന്നുള്ളതും നാം കണ്ടുവല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സുബോധത്തോടു കൂടി പാർത്ത് ദൈവേഷം ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.